ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ സ്റ്റോറി. ഓക്കെ, ഈ സ്റ്റോറി ഇട്ട സമയത്ത് എനിക്ക് കുറേ അധികം റിപ്ലൈസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഫൈനലി ഐ ആം ഹിയർ. എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടും ഇല്ല, ഞാൻ അങ്ങനെ സ്റ്റോറി ഇട്ടിട്ടില്ല, ആൻഡ് എനിക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഇന്നലെ NQയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, US ഫ്യൂച്ചേഴ്സിൽ. അപ്പോൾ ട്രേഡ് റിയൽ ട്രേഡ് അല്ല, ഡെമോ ട്രേഡാണ്. ഞാനിപ്പോൾ ലേണിംഗ് സ്റ്റേജിലാണ് ഉള്ളത്. സോ റിയൽ അക്കൗണ്ടിലല്ല ട്രേഡ് ചെയ്യുന്നത്, ഡെമോ അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ കുറച്ച് വാല്യൂബിൾ ആയിട്ടുള്ള കോണ്ടന്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോയിലേക്ക് പോവാം. ഐ റിപ്പീറ്റ്, ഇത് ലൈവ് ട്രേഡ് അല്ല, ഡെമോ അക്കൗണ്ടിൽ എടുത്ത ഡെമോ ട്രേഡാണ്. സോ ലെറ്റ്സ് ഗോ. ഈ ഒരു ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ വീഡിയോയിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഐ വിൽ ക്ലിയർ ദാറ്റ്. അപ്പോൾ ഈ ഒരു ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ 4 hour ചാർട്ടിൽ ഒരു റേഞ്ച് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഒരു റേഞ്ച്. ഈ ഒരു റേഞ്ചിൽ നിന്ന് ഞാൻ ഈ റേഞ്ച് മാർക്ക് ചെയ്യുന്നത് 17th ജൂലൈയിലാണ് ഈ ഒരു റേഞ്ച് മാർക്ക് ചെയ്തത്. അതിനുശേഷം ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കാണാൻ കഴിയുന്നുണ്ടോ? ഈ ലിക്വിഡിറ്റി സ്വീപ്പ് എടുത്ത ശേഷം മാർക്കറ്റ് മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് തന്നിട്ട് ഒരു പുൾ ബാക്ക് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഹയർ ഹൈ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഓവറോൾ ഒരു വ്യൂ ഉള്ളത്. ഇനി നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴേക്കും കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് കാണാൻ പറ്റും. ഈ എല്ലാ സോൺസും ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്, എല്ലാ ലൈൻസും മാർക്ക് ചെയ്തിട്ടുള്ളത് 17th ജൂലൈയിലാണ്. അതിന് ശേഷം എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കാം. സോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ നോക്കുന്നത് 1 hour ആണ്. 1 hourൽ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം എന്ത് ചെയ്തു? മാർക്കറ്റ് മുകളിലേക്ക് വന്ന ശേഷം വീണ്ടും ഈ ഒരു ലെവലിനെ റെസ്പെക്റ്റ് ചെയ്ത് ഇവിടെ ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ഓക്കെ, ഈ ബ്രേക്ക് ഔട്ട് നടന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡിഫറെൻറ്റ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ലെവൽസിൻ്റെ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ലെവൽ ഞാൻ മാർക്ക് ചെയ്തത് ലൈക്ക് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ ഓർഡർ ബ്ലോക്ക് ആയിട്ടാണ്. അവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിജക്ഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം. ഈ ഒരു റിജക്ഷനിലാണ് ഞാൻ 50 മിനിറ്റിൽ എൻട്രി പ്ലേസ് ചെയ്തത്. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് ഞാൻ എൻട്രി പ്ലേസ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് പോയിട്ട് പിന്നെ TP അടിക്കുകയാണ് സംഭവിച്ചത്. ഓക്കെ, ഈ ട്രേഡിൽ എൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:3 ആയിരുന്നു. ദിസ് വാസ് ഓൾ അബൌട്ട് ദാറ്റ്. അതിനുശേഷം മാർക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് അതിനെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, ഐ നോ ദാറ്റ് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു അല്ലേ, നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേക്കും ഒരു റിയാലിറ്റി ചെക്ക് വീഡിയോ ചെയ്യാമെന്നുള്ള കാര്യം. പക്ഷേ അത് ഇന്ന് ചെയ്യണം എന്നാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഇന്ന് നടക്കാത്തതിന് കാരണം നമുക്ക് 98 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. 2 പേര് വന്നിട്ടില്ല. അവരോട് വന്നാൽ മാത്രമേ ആ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് വരുന്ന വീഡിയോ അതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.